നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് അങ്ങനെ ആയിപ്പോയി, നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്ന് സ്വയം പഴി ചുമത്തിക്കൊണ്ടിരിക്കാതെ അതിനെ മറികടന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടോ? കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാത്തൊരു കഴിവിനെ ഉണ്ടാക്കിയെടുക്കുന്നതോ ഇല്ലാത്ത ഭാഗ്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നതോ ഒന്നുമല്ല. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ പരാജയങ്ങളെ ഭയപ്പെടാതെ സ്വന്തം വ്യക്തിത്വത്തെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മനസ്സിൻ്റെ കരുത്താണ്. അതിനെയാണ് നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന ചില ശീലങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. എന്നാൽ അതിനുമപ്പുറം നമ്മുടെ ചിന്തകളെ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, നമ്മുടെ കോൺഫിഡൻസിനെ തീർത്തും ഇല്ലാതാക്കാൻ കഴിയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, മറ്റു ചില ശീലങ്ങൾ കൂടിയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന് മുമ്പത്തെ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന മറ്റു ചില ശീലങ്ങൾ കൂടിയാണ്. ഈ ശീലങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉടൻ തന്നെ മാറ്റാൻ ശ്രമിക്കണം. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വളരെ സഹായപ്രദമായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വയം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്കുള്ള കഴിവുകളെ, സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയും ഭൂമിയിൽ ഒരു കഴിവുമില്ലാതെ ജനിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടാവും. പക്ഷേ എനിക്കൊരു കഴിവുമില്ല എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നതാണ് നമ്മളൊക്കെ ചെയ്യുന്നൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യം. മിക്കവാറും ആരെങ്കിലും കോമൺ ആയിട്ടൊന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ, അയ്യോ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, അയ്യോ എനിക്കങ്ങനെ ചെയ്യാൻ അറിയില്ല, അങ്ങനെ പറയുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. ഇതൊന്നും പാട്ട് പാടാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല. ആ ഒരു സദസ്സിൽ, ആ ഒരു കൂട്ടത്തിൽ നമുക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്നത് മാത്രമായിരിക്കും കാരണം. പക്ഷെ നമ്മൾ അങ്ങനെ റിപ്പീറ്റായിട്ട് എനിക്കത് പറ്റില്ല, എനിക്കത് അറിയില്ല, എനിക്കത് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് കേൾക്കുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ കൂടി വളരെ പതുക്കെ ആ കഴിവ് നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസിനെ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒന്ന് ശ്രമിച്ചു നോക്കുക, ചിലപ്പോൾ നന്നായാലോ. രണ്ടാമത്തെ പോയിൻ്റാണ് നിങ്ങളുടെ പരാജയങ്ങളെ, ഫെയിലിയേഴ്സിനെ വളരെ വ്യക്തിപരമായി എടുക്കുന്നത്. ഒരിക്കലും ജീവിതത്തിൽ പറ്റുന്ന വീഴ്ചകളെ അല്ലെങ്കിൽ തോൽവികളെ നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് അത് സംഭവിച്ചത്, നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്താൻ പാടില്ല. ജീവിതത്തിൽ നമ്മൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും തോൽക്കാനും ജയിക്കാനും സാധ്യതയുണ്ട്. എല്ലായ്പ്പോഴും ജയിച്ചു കൊള്ളണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. ചെറിയ ചെറിയ വീഴ്ചകളിൽ നിന്നാണ് നമ്മൾ പല പാഠങ്ങളും പഠിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച നിങ്ങൾക്കുണ്ടായാൽ ആ സാഹചര്യം കൊണ്ടാണത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി മറ്റൊരു സാഹചര്യവുമായി നിങ്ങൾ അഡാപ്റ്റ് ആവാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ വീണ്ടും അതൊന്ന് പരിശ്രമിക്കാൻ ശ്രമിക്കണം. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും ഒരേ പരീക്ഷണം പലതവണ ആവർത്തിച്ചതിന് ശേഷമായിരിക്കാം പുതിയതെന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അത് 100%, 100% വിജയമായിരിക്കും എന്ന് മാത്രം വിചാരിക്കരുത്. പലപ്പോഴും അതിൽ പല വീഴ്ചകളും പറ്റിക്കൊള്ളണമെന്നില്ല, പലപ്പോഴും അങ്ങനെ പറ്റിയേക്കാം. എങ്കിൽ പോലും നിങ്ങൾ അതിലൊന്നും തളരാതെ മുന്നോട്ട് നീങ്ങുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സഹവാസമാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരോ അങ്ങനെ ആരോ ആയിക്കോട്ടെ, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നത്, നിനക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, നിന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല, നിനക്ക് ഭാഗ്യമില്ല എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമുക്കതൊന്നും പറ്റില്ല, നമുക്കതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്നൊക്കെ സംസാരിക്കുന്ന, നെഗറ്റീവായിട്ടുള്ള മാത്രം സംസാരിക്കുന്ന ആളുകളെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. കാരണം അത്തരം ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ അവർ പറയുന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് ചെല്ലുന്നത്. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് പോലെ ഇവർ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക. സ്വാഭാവികമായിട്ടും റിപ്പീറ്റായിട്ട് നമ്മൾ ഇത് തന്നെ പറ്റില്ല എന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മളോട് പറയും പറ്റില്ല എന്ന്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആളുകളെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും പരമാവധി ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന്
അവരെ അകറ്റി നിർത്തുക. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിട്ടുന്ന എന്തെങ്കിലും കോംപ്ലിമെൻറ്റ്സിനെ റിജക്റ്റ് ചെയ്യുന്നതാണ്. കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പം ഒരു കാര്യം നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി, അല്ലെങ്കിൽ ഒരു കൺഗ്രാജുലേഷൻസ്, വളരെ നന്നായിട്ട് ചെയ്തു എന്ന് അഭിനന്ദിക്കുമ്പോൾ ആ അഭിനന്ദനത്തെ നമ്മൾ നിരസിക്കുന്നു. ഓ, അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ അങ്ങ് നടന്നു എന്നേ ഉള്ളൂ എന്നൊക്കെയല്ലേ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത്. അതിനു പകരം അവരുടെ അനുമോദനത്തിന്, അവരുടെ അഭിനന്ദനത്തിനെ ഒരു താങ്ക്സ് കൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കൺഗ്രാജുലേഷൻസ്, അവർ നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് നിരസിക്കുമ്പോൾ ചെയ്യുന്നത് നമ്മൾ അതിന് അർഹനല്ല എന്ന് നമ്മുടെ മനസ്സിനോട് സ്വയം പറയുകയാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിജയത്തിനെ ആയിരിക്കും അവർ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സത് അർഹിക്കുന്നുണ്ട്. ആ ഒരു കോംപ്ലിമെൻറ്റ് നിങ്ങൾ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കോംപ്ലിമെൻറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് സ്വയം, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾക്ക് സ്വയം കോംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. ഒരു കാര്യം നന്നായിട്ട് ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് തന്നെ പറയുക, വെരി ഗുഡ്, നന്നായിരിക്കുന്നു എന്ന് സ്വയം പറഞ്ഞ് ശീലിക്കുക. അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് തരുന്നത് അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്യുക. അഞ്ചാമത്തെ കാര്യമാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. അതായത് നമ്മൾ നമ്മുടെ വിജയങ്ങളെ തന്നെ വില കുറച്ച് കാണുന്നു. എന്തെങ്കിലും നിങ്ങൾ നേടിയാൽ അതിനെ വളരെ നിസ്സാരമായി കാണുന്നു. ഓ, ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്നൊരു ചിന്ത. അതൊരിക്കലും പാടില്ല. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ അതിനെ വിലമതിക്കണം. കാരണം ഇത് കിട്ടാത്ത പലരും ഉണ്ട്. ആ ഒരു കാര്യത്തിനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടെ, അല്ലെങ്കിൽ വളരെ കൃതജ്ഞതയോടെ, സ്നേഹത്തോടെ സ്വീകരിക്കണം, അംഗീകരിക്കണം. നിങ്ങൾക്കുണ്ടാകുന്ന വളരെ ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾ ആസ്വദിക്കണം. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയുള്ളൂ. ആറാമത്തെ കാര്യമാണ് ഓവർ തിങ്കിങ് ആൻഡ് പ്രൊക്കാസ്റ്റിനേഷൻ. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് ചെയ്യാനുള്ള പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നു. അതിനാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുക. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതിനെക്കുറിച്ച് ആലോചിച്ച്, അതിൻ്റെ വരും വരായികകൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടിവെക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ആലോചിക്കണം, ഒരിക്കലും ആലോചിക്കാതിരിക്കരുത്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ സമയത്തിന് ചെയ്യാതിരിക്കുകയും അരുത്. ആവശ്യത്തിന് ആലോചിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ വളരെ വ്യക്തമായിട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക. പെർഫെക്ഷൻ്റെ പുറകെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പെർഫെക്ഷൻ തന്നെ വന്നു ചേർന്നോളും. ഒരിക്കലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെർഫെക്ഷൻ വിചാരിക്കരുത്. തുടങ്ങുക, എന്താണെങ്കിലും നിങ്ങൾ തുടങ്ങുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ ആ പെർഫെക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു പരിപൂർണത അവിടെ വന്നോളും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആലോചിച്ചു പോകാതെ ചെയ്യേണ്ട കാര്യങ്ങളെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ചെയ്ത് ശീലിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോൺഫിഡൻസിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ വന്നു ചേരുകയാണ് ചെയ്യുക. കോൺഫിഡൻസോ വിജയമോ ഒക്കെ ഒരു നിമിഷം കൊണ്ടുണ്ടാവുന്നൊന്നല്ല. അതൊക്കെ നിങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലമായിട്ട്, നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ശീലങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതുപോലുള്ള ശീലങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. നല്ല ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ ഫോക്കസ്ഡ്.